യു. ബർത്ത്ഡേ ആണ്. ഞാൻ സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടുന്ന് ഒരു കേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയും നല്ല സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. എന്താണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആണ്. നാളെ മൂപ്പര് ബർത്ത്ഡേ. രാവിലെ കൊടുത്താൽ എന്തായാലും മനസ്സിലാവും. കാരണം ബാങ്കിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ മെസ്സേജസ് വരും. ഓർത്തിരിക്കുന്ന ആളല്ല. സോ എനിക്ക് ഉറപ്പാണ്. ഓക്കെ നോക്കട്ടോ. ഫൈനലി എനിക്കൊരു ഐഡിയ കിട്ടി ഗൈസ്. അവിടുന്ന് 2 മലയാളി പയ്യൻസിനെ ഞാൻ ഒപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ ബർത്ത്ഡേ ആണ്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. നമുക്കറിയാമല്ലോ അവരോരുത്തർ കണ്ടാൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലേ എന്നൊക്കെ. അടിപൊളി ആൾക്കാർ കേട്ടോ. പോലെ അത് കൂടെ കേക്കേറ്റ് പോയിട്ടുണ്ട്. ഞാൻ ഓപ്പോസിറ്റ് ചാടി ചെല്ലാണ് കേട്ടോ. അതായത് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ എന്താ സംഭവിക്കാന്ന് അറിയാലോ. അല്ല വീഡിയോ തന്നെ റെക്കോർഡ് ആയിട്ടില്ലാന്ന് എപ്പോഴും അങ്ങനെയാണ്. എവിടെ ഞാൻ കാര്യം അവതരിപ്പിച്ചാലും അങ്ങനെ ഒന്നും കൂടി കൊടുക്കുമോ? സർപ്രൈസ് ആയാ? നമുക്കൊരു സെൽഫി. ഇനി വരുന്നതൊക്കെ റീടേക്കാണ്. നല്ല അടിപൊളി സർപ്രൈസ് ചെയ്തു മൂപ്പര്. നല്ല സർപ്രൈസ് ആയി. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. പേരെന്തേന്നോ? പേരൊന്നും ചോദിച്ചതുമില്ല. ഓക്കെ ഓക്കെ. മൂപ്പര് അത്രയും സർപ്രൈസ് ആവാൻ ഒരു കാരണം കൂടി കേട്ടോ. അടുത്ത് ഒരാളെ കണ്ടപ്പോൾ കറക്റ്റ് മൂപ്പരെ കൂടെ പഠിച്ച ഒരാളെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞങ്ങളെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് സംസാരം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇതാ കേക്ക് ഇങ്ങക്ക് ഇരിക്കട്ടെ പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. കാരണം നാളെ ബർത്ത്ഡേ അല്ലേ, അഡ്വാൻസ്. മൂപ്പര് ശരിക്കും ഷോക്കായി. അടിപൊളി സർപ്രൈസ് ചെയ്യുന്നു കേട്ടോ. പക്ഷേങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പക്ഷേങ്കിൽ റീടേക്ക് ചെയ്ത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. ഹസ്ബൻഡിന്റെ എന്തുവാ? താങ്ക് യു വെരി മച്ച്. ഇഷ്ടായോ? സർപ്രൈസ് ആയി പോയി. ശരിക്കും സർപ്രൈസ് ആയോ? ഞാൻ ശ്രദ്ധിച്ചില്ല തന്നെ. ഞാനുണ്ടല്ലോ നാളെ പ്ലാൻ ചെയ്തെടുക്കുന്ന പ്രശ്നം അറിയോ? ബാങ്കേരി കറക്റ്റ് നിങ്ങൾക്ക് അയക്കും. നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഇതുവരെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ബാങ്കേരി കറക്റ്റായിട്ട് നാളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ തന്നെ പുലർച്ചെ മെസ്സേജ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്റെ ഭാര്യ എന്തോ കുത്തിരിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടായോ? കൊള്ളാം അല്ലേ കുഞ്ഞാ? ശ്രദ്ധിച്ചില്ല. നാളെ അല്ല നാളെ ബർത്ത്ഡേ വയസ്സൊന്നും പറയണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ ഞാൻ എപ്പോഴും ഒരു 22 വയസ്സെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കൂട്ടി പറയരുത് പ്ലീസ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ സാധനം വാങ്ങലൊക്കെ കഴിഞ്ഞ് ബില്ലും ചെയ്ത് നമ്മളിതാ പോവാണ് കേട്ടോ. പപ്പന്റെ ബർത്ത്ഡേ ഉള്ള നാളെ ഞങ്ങൾ സർപ്രൈസ് ഒക്കെ തന്നില്ലേ. ഇനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് വേണം. പപ്പന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് വേണം. അതല്ല എന്താ പരിപാടി ഇതുള്ളല്ല. ഗിഫ്റ്റ് ഞങ്ങൾക്കാണ് വേണ്ടത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരണം. ഞങ്ങൾ രണ്ടിട്ട് വിഷ് ചെയ്തില്ലേ?